happiness listeners. So, that എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സപ്പോർട്ടിങ് എൻവയൺമെന്റ് ഇൻ ഫാമിലി. നമ്മുടെ കുടുംബ ജീവിതത്തിൽ എങ്ങനെ ഒരു സപ്പോർട്ടിങ് എൻവയൺമെന്റ് എങ്ങനെ സൃഷ്ടിക്കാമെന്നും അതിന്റെ മെത്തേഡ്സ് എങ്ങനെയാണെന്നും ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മളത് ചെയ്യേണ്ടെന്ന രീതിയിലാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയി കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫാമിലി ലൈഫിൽ സപ്പോർട്ടിങ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഫാമിലി ലീഡ് ചെയ്യുന്നത് ഒരൊറ്റ വ്യക്തി മാത്രമല്ല, രണ്ട് പാർട്ട്നേഴ്സ് ആണ്. ഇതിൽ രണ്ട് സിനാരിയോ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത് ടു പാർട്ട്നേഴ്സ് ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നു. IT ആവട്ടെ അല്ലെങ്കിൽ ബാങ്ക് ആവട്ടെ, ഏതോ ആവട്ടെ. അപ്പം രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. സെക്കൻഡ് സിനാറിയോ, ഒരാള് ഒരു ഒരാള് എന്താ പറയാ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് ജോബ് ഉണ്ട്. വൈഫിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ ജോലിയില്ല. അപ്പം ഒരൊറ്റ പേഴ്സൺ ആണ് അവിടെ ആ ഒരു കുടുംബത്തെ ലീഡ് ചെയ്യുന്നത്. ഈ രണ്ട് സിറ്റുവേഷനും നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെയാണ്? സെക്കൻഡ് സിനാരിയോ ആണ്. കാരണം എന്താണ്? അവിടെ ഒരു വ്യക്തി മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ, മറ്റേ വ്യക്തി കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അവിടെ മിസ്സിങ് എന്താണ്? ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യും. പക്ഷെ മെന്റൽ ഇമോഷണൽ സപ്പോർട്ട് അവിടെ ഉണ്ട്. എന്നാൽ ഫസ്റ്റ് സിനാരിയോയില് അവിടെ എന്താണ്? ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട്, പക്ഷെ മെന്റൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ഇല്ല. നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പം ഏതൊരു സിറ്റുവേഷനിലായാലും സപ്പോർട്ടിങ് എൻവയൺമെന്റ് കുടുംബജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അല്ലാന്ന് തോന്നുന്നുണ്ടോ? ആണല്ലേ? ശരിക്കും അത് ആവശ്യമാണ്. നമ്മള് ഒരു സപ്പോർട്ടിങ് എൻവയൺമെന്റ് ഫാമിലിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ബോണ്ടിങ് സ്ട്രോങ് ആവുന്നത്. അല്ലേ? എനിക്ക് ഇതിന്റെ ഒക്കെ മറുപടി കമന്റ്സിൽ വേണം. അപ്പം ഇനി സപ്പോർട്ടിങ് എൻവയൺമെന്റ് എന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ കുറച്ച് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഇത് പലയിടത്തും മിസ്സിംഗ് ആണ്. പക്ഷെ ഇവിടെ ഹൈയിൽ നിൽക്കുന്ന എന്താണ്? മോർ ജഡ്ജ്മെന്റ്, മോർ കംപ്ലൈന്റ്, സോ അങ്ങനെ 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 അല്ലേ? നമ്മള് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് നിങ്ങളുടെ പാർട്ട്ണറിന് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാ കൊടുക്കാത്തത്? പാർട്ട്ണറിൽ നിങ്ങൾക്കില്ലാത്ത വിശ്വാസമാണ്, ട്രസ്റ്റാണ്.
ഞാൻ ഉദ്ദേശിച്ചത് തെറ്റായ രീതിയിൽ എടുക്കാൻ പാടില്ല. സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടാണ് നിങ്ങൾക്ക് അവിടെ വന്ന് തടസ്സം. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തും തുറന്നു പറയാനുള്ളതാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം എടുക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ്. ആ എഫേർട്ട് എടുക്കേണ്ടത് നിങ്ങളാണ്. ഒരുപാട് സംസാരിച്ച്, ആഗ്രഹങ്ങൾ പങ്കുവെച്ച്, ചെറിയൊരു രീതിയിൽ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത്, അങ്ങനെ അങ്ങനെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും തുറന്നു പറയാനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ സൃഷ്ടിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണലിന്റെ ഒപ്പീനിയന്റെ ആവശ്യമില്ല. പലപ്പോഴും നമ്മൾക്ക് എക്സ്റ്റേണൽ ഒപ്പീനിയൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ്, നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വഷളാവുന്നത്. അല്ലാന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള ഒരു സിറ്റുവേഷൻ നോക്കുക. ഇറ്റ്സ് ഓക്കെ. ഇവിടെ നിങ്ങളൊരു ഒരാള് ഉയരത്തിലാണ്, ഒരാള് താഴെയാണെന്നുള്ളതിൽ ഒരു കോംപ്ലക്സ് ഒന്നും വേണ്ട. ഇവിടെ നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഒരൊറ്റ എലിമെന്റ് ആണ്, ഒരൊറ്റ കാര്യമാണ്. എനിക്ക് ഗസ് അതാണ് സ്നേഹം, ലവ്. നിങ്ങള് പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ആ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതും, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നത് അങ്ങനെയാണ്. ഇത് റിവേഴ്സിലി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്താവും, എനിക്ക് കുറെ ജഡ്ജ്മെന്റ് കേൾക്കേണ്ടി വരും, കുറെ കംപ്ലൈന്റ് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ കണക്ക് പറച്ചിലുകൾ കേൾക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് ഇത്. എന്തിനാ സിറ്റുവേഷൻ വഷളാക്കേണ്ട ആവശ്യം? പരസ്പരം ആ സ്നേഹത്തിലൂടെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഓപ്പൺ അപ്പ് ചെയ്താല് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ പാർട്ട്ണറിന് ചിലപ്പം പാഷൻ പാഷൻ എന്ന് വെച്ചാല് അവര് ചിലപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അവർക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ചിലപ്പോൾ അവർക്ക് ബേക്കിങ്ങിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിലൊരു ഓണർഷിപ്പ് തുടങ്ങണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ടേം അറിയില്ലെങ്കിലും അവർക്ക് അങ്ങനെയൊക്കെ സെല് ചെയ്യണം, അങ്ങനെയുള്ള ഒരു ചെറിയ രീതിയിലൊരു പാർട്ട് ടൈം ഒരു ജോബ് പോലെ അങ്ങനെയൊക്കെ ഒരു താല്പര്യം. അപ്പം ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കുറയുന്ന കാരണം ആ ഒരു പാർട്ട്ണറിന് ഇതൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റും? കഴിയില്ല. ഇപ്പൊ ഞാൻ സംസാരിച്ചത് സെക്കൻഡ് സിനാരിയോന്റെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഫസ്റ്റ് സിനാരിയോന്റെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ പ്രഷർ ഭയങ്കരമാണ്. എസ്പെഷ്യലി ഇപ്പൊ ഞാൻ കൺസിഡർ ചെയ്തത് ബാങ്കിന്റെ എക്സാമ്പിൾ ആണ്. ബാങ്കിന്റെ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്കറിയാം. എനിക്ക് കൂടുതൽ അറിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഫുള്ള് പ്രഷറൈസ്ഡ് ഒരു വലിയൊരു മേഖലയാണ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം അവിടെ പ്രഷർ കൂടെയുള്ളൂ, എല്ലാം കുറവാണ്, കമ്മ്യൂണിക്കേഷൻ കുറവാണ്, ഫുള്ള് ബിസിയാണ്, ബിസി ലൈഫാണ്. ഈ ബിസി ലൈഫ് ഇങ്ങനെ ലീഡ് ചെയ്തിട്ട് എവിടെ പോകാനാണ്? ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ജീവിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലേ? അപ്പം അവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് പ്രഷറുള്ള ജോലി എടുക്കുകയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങള് നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഒരു ഇമോഷണൽ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു എൻവയൺമെന്റ് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് എ ഗ്യാപ്പ്. ഒരു കുഴപ്പമില്ല. ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കും, എന്റെ കൊളീഗ്സ് എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള വിചാരങ്ങൾ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ അവിടെ പേടിച്ച് ജീവിക്കുക ചെയ്യുന്നത്.
എനിക്ക് ഈ ജോലി അല്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഇതായിരിക്കും അവിടെ വരാം. അത് തെറ്റാണ്. കാരണം നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് മുന്നിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതൊക്കെ സംഭവിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ സൃഷ്ടിക്കേണ്ടത് ആ ഒരു സപ്പോർട്ടിങ് എൻവയൺമെന്റ് ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരുപാട് അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. അതിന് രണ്ട് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു. പുറത്തു പോവുക, ഒരുപാട് കുറച്ച് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾ തന്നെ ഒരു ഷെഡ്യൂൾ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. അതൊരു 1 or 2 hours ആയി. ആ ടൈമിൽ നിങ്ങൾ വേറെ ഒരു കംപ്ലൈൻസ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾക്ക് എന്തൊക്കെ ഇതുണ്ടല്ലോ, എന്ത് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ് ആണ് നിങ്ങൾ രണ്ടുപേരും ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് സെക്കൻഡ് രീതി എന്ന് പറയുന്നത്. ഇനി തേർഡ്, ഇത് വളരെ പവർഫുൾ ആണ്. ഞാൻ എൻ്റെ ക്ലയൻസിനെല്ലാം കൊടുക്കുന്ന ചോയ്സും ആണ്. ഒരുമിച്ചുള്ള വാക്കിംഗ് വളരെ ബെനിഫിഷ്യൽ ആണ്. അത് പറയാൻ കാരണമുണ്ട്. കാരണം നമ്മള് നേച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മുൻ പ്രസിഡന്റായ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് പ്രഷർ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. അദ്ദേഹം ഗാർഡനിൽ പോയി കുറച്ചിരിക്കും. അവിടുത്തെ കാറ്റും ഫ്ലവേഴ്സിന്റെ ഭംഗിയെല്ലാം കണ്ട് അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഇന്നർ പീസ്, ഉള്ളിലൊരു സമാധാനം കിട്ടുമ്പോഴാണ് അയാൾ പിന്നീട് അയാളെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേച്ചർ വാക്കിംഗ് ഒരു കപ്പിൾസിലെ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ്, നിങ്ങൾക്ക് എത്ര പ്രഷറോ എന്ത് ടെൻഷനോ ഉണ്ടെങ്കിലും അതൊക്കെ ആ നേച്ചർ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു നേച്ചറിന്റെ എൻവയോൺമെന്റ് നിങ്ങൾ ഒന്ന് എൻജോയ് ചെയ്യുമ്പോൾ അതൊക്കെ റിലീസ് ആവും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഓപ്പൺ ടോക്കിന് വലിയ മുഖവരൊന്നും ആവശ്യം, എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങൾ അവിടെ ഓൾറെഡി റിലാക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്ന ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അവിടെ ഞാൻ ഈവനിങ് വാക്കിങ്ങിന്റെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യണം. മൈൻഡ് ഒരുപാട് റിലാക്സ് ചെയ്യുന്ന ഒരു ഇതാണ്. വലിയൊരു എന്താ പറയാ, ഒരു മെത്തേഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയാ, ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ഒരു റിച്വൽ ആണ് ഈ ഈവനിങ് വാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം അവിടെ കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് സമാധാനം കിട്ടുമ്പോൾ എന്താ, ആ ഇന്നർ പീസ് ലഭിക്കുമ്പോൾ നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റും. നമുക്കൊരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മൾ പലപ്പോഴും എനിക്ക് മനസ്സിലാക്കി, ഞാൻ ഒരുപാട് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്തതിന് ബേസ് ചെയ്ത് പറയാണ്, പലവരും അവരവരെ ഒരു ഇന്നർ പീസ് ഫൈൻഡ് ചെയ്യുന്നത് ചിലപ്പം TV കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ചായ കുടിച്ചുകൊണ്ട്. ഇതൊക്കെ നമ്മൾ തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഗ്രൗണ്ടിങ് വർക്ക് എന്ന് വെച്ചാല് കണക്റ്റഡ് നേച്ചർ, ടോക്ക് ടു യുവർ പാർട്ട്ണർ, ലിസൺ സം സൂത്തിങ് മ്യൂസിക്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് സൂത്തിങ് മ്യൂസിക് തന്നെ അത് ചെക്ക് ചെയ്യാം, കാം മ്യൂസിക് ചെക്ക് ചെയ്യാം. നമ്മുടെ ബ്രെയിനിലെ ഈ ഒരു നെർവ് ഇതൊക്കെ ഒന്ന് റിലാക്സ് ആവണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. മ്യൂസിക് തെറാപ്പി എല്ലാം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ബെസ്റ്റ് ഓപ്ഷനാണ് കേൾക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദർ ഇസ് നോ ഡൗട്ട് അറ്റ് ഓൾ, ഏത് കാര്യമായാലും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ആഡ് ഓൺ ദാറ്റ് വൺ മോർ പോയിന്റ്. നിങ്ങൾക്ക് കുറെ ഡ്രീംസ് ഉണ്ടാവും ഫ്യൂച്ചറിൽ.
ഈ ഒരു ജോലി അല്ലാതെ വേറെ എന്തെങ്കിലും ഫ്യൂച്ചർ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനോ എന്തെങ്കിലും ആവട്ടെ, എനിത്തിങ്. അങ്ങനെ ആ ഡ്രീംസ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള ഒരു മെത്തേഡ് ഈ 3 മെത്തേഡിൽ ഉണ്ട്. ഏത് കാര്യമായാലും നിങ്ങൾക്ക് ഈ 3 മെത്തേഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജീവിതം എന്നുള്ളത് എന്താ പറയാ, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. സന്തോഷായി വളരെ സന്തുഷ്ടമായി ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് നല്ലൊരു കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അത് തോളം ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ കൊണ്ടുപോകണം. അതിന് ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആ, ഞാൻ വൈകാതെ തന്നെ ഒരു കോഴ്സ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങള് താല്പര്യമുള്ളവര് ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കോഴ്സിൽ. ഫാമിലി കോച്ചിങ് ബേസ്ഡ് മാത്രമല്ല, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, മെഡിറ്റേഷൻ ഉണ്ടാവും, ലാഫിംഗ് യോഗ ഉണ്ടാവും, കുറച്ച് പേര് സസ്പെൻസ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്ത് കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ ഇതൊക്കെ എനിക്ക് മെയിൽ അയക്കും. ഞാൻ മെയിൽ ഐ ഡി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പം അതുകൂടാതെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസും ബാക്കി എല്ലാ ഫീസും എല്ലാം നിങ്ങളെ റൊട്ടീനും ഒക്കെ അത് സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. അപ്പം നിങ്ങൾ മാത്രമല്ല, ഒരു എത്രത്തോളം ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം ആൾക്കാർക്ക് ഷെയർ ചെയ്യാം. ലെറ്റ് ദം ഫീൽ എ ഹാർമോണിയസ് ലൈഫ്. ഇത് എന്റെ ഗ്യാരണ്ടിയാണ്, എന്റെ പ്രോമിസ് ആണ്. നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ഇതൊരു 1 മന്ത് കോഴ്സ് ആണ്. സോ എല്ലാവരും എല്ലാ വീഡിയോസും കാണാം. സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. സോ താങ്ക് യു all.